Today we discuss a problem related to psychometry. നമ്മൾ സൈക്കോമെട്രി അതിലെ എന്താണെന്ന് പറഞ്ഞിരുന്നു, അതിലെ ഡിഫറെൻറ്റ് ടേംസുകൾ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ സൈക്കോമെട്രിയായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോവുക. പ്രോബ്ലം വായിക്കാം. ദ റീഡിങ്സ് ഫ്രം എ സ്ലിംഗ് സൈക്രോമീറ്റർ ആർ എസ് ഫോളോസ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 30 degrees Celsius, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 20 degrees Celsius, ബാരോമീറ്റർ റീഡിംഗ് 740 mm of Hg. നമുക്ക് ഇവിടെ 3 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, വെറ്റ് ബൾബ് ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്, ദെൻ ബാരോമെട്രിക് റീഡിങ്ങും തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? യൂസിങ് സ്റ്റീം ടേബിൾസ് ഡിറ്റർമൈൻ ഫസ്റ്റ് വൺ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ, second one relative humidity, third one specific humidity, fourth one degree of saturation, fifth one vapor density, and last one enthalpy of mixture per kilogram of dry air. അപ്പോൾ നമുക്കിവിടെ ഒരു എയറിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് ഡ്രൈ ബൾബും വെറ്റ് ബൾബും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും സ്റ്റീം ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുക. അതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ ഡേറ്റ എഴുതാം. ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനെ TD എന്ന് വിളിച്ചു, 30 degrees Celsius. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ TW ഈക്വൽ ടു 20 degrees Celsius. ദെൻ PB ബാരോമെട്രിക് പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്, PB ദറ്റ് ഈസ് 740 mm of Hg. 1 mm of Hg എന്ന് പറഞ്ഞാൽ 133.3 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ 740 mm of Hg എന്ന് പറഞ്ഞാൽ 740 ഇൻറ്റു 133.3 ദാറ്റ് ഈസ് 98642 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 0.98642 ബാർ. ഓക്കെ, PB നമുക്കറിയാം, ഡ്രൈ ബൾബ് അറിയാം, വെറ്റ് ബൾബ് അറിയാം. Need to find dew point temperature, relative humidity, specific humidity, degree of saturation, vapor density, and last one is enthalpy of mixture. So ഇനി ഏതൊക്കെ ഇക്വേഷൻസ് നമുക്കറിയാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഇക്വേഷൻസ് ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ ആദ്യം PB ഈസ് ഈക്വൽ ടു PA പ്ലസ് PV. അതുപോലെ തന്നെ വേപ്പർ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു PW മൈനസ് PB minus PW into TD minus TW divided by 1544 minus 1.44 TW. ഇനി relative humidity phi is equal to PV by PS. Then specific humidity 0.622 into PV divided by PB minus PV. ഇനി specific humidity തന്നെ എയർ സാറ്റുറേറ്റഡ് ആകുന്ന കേസിൽ 0.622 into PS divided by PB minus PS. Then mu is equal to W divided by WS. Then density rho V is equal to W into PB minus PV divided by RA into TD. Then enthalpy equation. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് പഠിച്ചത്. ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റീം ടേബിളിൻ്റെ CP കോതൻഡ്രാമിൻ്റെ സ്റ്റീം ടേബിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എപ്പോഴാണ് നമുക്ക് തന്നിരിക്കുന്ന ഡ്രൈ ബൾബിലും വെറ്റ് ബൾബിലും ഉള്ള ഒരു അൺസാറ്റുറേറ്റഡ് എയർ ഉണ്ട്. ആ എയറിൻ്റെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ മീൻസ് ആ എയറിനെ ഏത് ടെമ്പറേച്ചറിലേക്ക് കൂള് ചെയ്താലാണ് ആ എയറിനകത്തുള്ള വാട്ടർ വേപ്പർ കണ്ടൻസ് ആവുന്നതെന്ന് കാണണം. അപ്പോൾ ആ കണ്ടൻസ് ആവുന്ന ടെമ്പറേച്ചറാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്കറിയാം, ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കിട്ടണമെങ്കിൽ നമുക്ക് ആ അൺസാറ്റുറേറ്റഡ് എയറിൻ്റെ അകത്തുള്ള വാട്ടർ വേപ്പറിൻ്റെ പ്രഷറായ PV കാണണം. കാരണം PV കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ PV എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ ആയിരിക്കും നമ്മുടെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് പഠിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം PV കാണണം. സോ PV കാണണമെങ്കിൽ PVയുടെ ഇക്വേഷൻ നമുക്കറിയാം. അതിനകത്ത് PW നമുക്ക് വേണം, TD വേണം,
TW വേണം. ഇത്രയും കാര്യങ്ങളുണ്ട് എങ്കിൽ നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ PV കാണാം. പക്ഷെ നമുക്ക് ഡ്രൈ ബൾബും വെറ്റ് ബൾബും ഒക്കെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് PW ആണ്. PW എന്ന് പറഞ്ഞാൽ എന്താണ്? വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്താണോ ആ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറിനെയാണ് PW എന്ന് വിളിക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസാണ്. അപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറാണ് PW. അപ്പോൾ നമ്മൾ നേരെ സ്റ്റീം ടേബിൾ എടുക്കുന്നു. CB കോതൻഡ്രാമിനേറ്റ് സ്റ്റീം ടേബിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റീം ടേബിളിൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീം ഉണ്ടാകും. അതിനകത്ത് ടെമ്പറേച്ചർ ഉണ്ടാകും, പ്രഷർ ഉണ്ടാകും. ടെമ്പറേച്ചർ ബേസ് പറയുമ്പോൾ ഫസ്റ്റ് കോളം എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആയിരിക്കും, അതിനുശേഷം പ്രഷർ ആയിരിക്കും. ഇനി പ്രഷർ ബേസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോളം പ്രഷർ ആയിരിക്കും, ദെൻ ടെമ്പറേച്ചർ ആയിരിക്കും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ദെൻ അതിനുശേഷം ഓരോ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ, ദെൻ VF ഉണ്ട്, VG ഉണ്ട്, HF, HFG, HG അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ റെഫ്രിജറേഷൻ ടേബിളിൽ കണ്ട അതേ കാര്യങ്ങൾ. ഇവിടെ നമ്മൾ സ്റ്റീമാണ് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാണേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന വെറ്റ് ബൾബ് 20 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ കണ്ടെത്തണം. അതാണ് PW. അപ്പോൾ നമ്മൾ 20 ഡിഗ്രി സെൽഷ്യസ് നോക്കുവാണെങ്കിൽ ഈ കാണുന്നതാണ് 20 ഡിഗ്രി സെൽഷ്യസിലെ ഓരോ വാല്യൂസും. 20 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ VF, VG, HF, HFG, HG, SF, SFG, SG എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ എൻലാർജ് ചെയ്താണ് ഈ കാണുന്നത്, ഈ വാല്യൂസ് എല്ലാം. അപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു വാല്യൂ ആണ് നമ്മുടെ PW എന്ന് പറയുന്ന പ്രഷർ. അതായത് 0.02339 എന്ന് പറയുന്ന പ്രഷർ. 0.02339. അപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു പ്രഷറിനെയാണ് PW എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് PW കിട്ടി. ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും നമുക്കറിയാം. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ TW ഇവിടെ ഡിഗ്രി സെൽഷ്യസിൽ എൻറ്റർ ചെയ്താൽ മതിയാകും. ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂസ് എല്ലാം. അതുപോലെ തന്നെ ഈ പ്രഷർ നമ്മൾ ബാറിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് PV വാല്യൂ ഇത്ര എമൗണ്ട്, ഈ ഒരു PV വാല്യൂ കിട്ടുന്നു. അതായത് 0.01703 ബാർ എന്ന് PV വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ PV വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ ആ PV വാല്യൂ എത്രയാണ്? 0.01703 ബാർ. അപ്പോൾ ഈ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്താണോ അതാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ, PV എന്ന് പറയുന്ന പ്രഷറിന്. അപ്പോൾ നമ്മൾ ടേബിളിൽ നോക്കുവാണെങ്കിൽ ആ ഒരു പ്രഷർ നോക്കുവാണെങ്കിൽ 0.01705, അതായത് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ 0.01703 ആണ് നമുക്ക് കിട്ടിയത്. ഇവിടെ 0.01705 വന്നു. ഏകദേശം ഓൾമോസ്റ്റ് സിമിലർ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രഷർ നമ്മളെടുത്തു. ആ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടെമ്പറേച്ചർ എന്താണ്? 15 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 15 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ സാറ്റുറേഷൻ ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ. അപ്പോൾ PV എന്ന് പറയുന്ന ആ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടെമ്പറേച്ചർ എന്താണ്? ഇപ്പോൾ നമ്മൾ സ്റ്റീം ടേബിൾ നോക്കുകയാണെങ്കിൽ സ്റ്റീം ടേബിളിൽ കണ്ടോ, ഇതാണ് നമ്മുടെ പ്രഷർ, നമുക്ക് കിട്ടിയ പ്രഷർ ഓൾമോസ്റ്റ് സിമിലറാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടെമ്പറേച്ചർ എന്താണ്? 15. അപ്പോൾ 15 ആണ് നമ്മുടെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഇനിയിപ്പോൾ ഇത് ടെമ്പറേച്ചർ ബേസാണ്. പ്രഷർ ബേസ് ടേബിളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആ പ്രഷർ കണ്ടെത്തിയിട്ട് ആ പ്രഷറിൻ്റെ സൈഡിലുള്ള ടെമ്പറേച്ചർ ഏതാണെന്ന് നോട്ട് ചെയ്യാം. എങ്ങനെയായാലും സെയിം ആയിരിക്കും. അപ്പോൾ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കിട്ടി. ഇനി അടുത്തതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കാണണം. നമുക്കറിയാം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 5 എന്ന് പറഞ്ഞാൽ PV/PS ആണ്. PV ഇപ്പം നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി PS കാൽക്കുലേറ്റ് ചെയ്യണം. PS എങ്ങനെ കിട്ടും? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. PS കിട്ടുന്നത് എങ്ങനെയാണ്? നമുക്ക് തന്നിരിക്കുന്ന
അല്ലെങ്കിൽ നമ്മുടെ ആ എയർ ഇരിക്കുന്നത് ടെമ്പറേച്ചർ, അതിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഏതാണോ ആ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറാണ് പി എസ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസാണ്. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയുള്ള പ്രഷർ എന്താണോ അതാണ് നമ്മുടെ പി എസ്. അപ്പോൾ നമ്മൾ സ്റ്റീം ടേബിൾ എവിടെ എടുക്കുന്നു? സ്റ്റീം ടേബിൾ എടുത്തിട്ട് നമ്മൾ ആദ്യം 30 ഡിഗ്രി സെൽഷ്യസ് നോക്കുന്നു. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്രഷർ എന്താണോ ഈ പ്രഷറാണ് നമ്മുടെ സാച്ചുറേഷൻ പ്രഷർ പി എസ്. കണ്ടോ, 30 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്രഷറാണ് പി എസ്. അപ്പോൾ നമുക്ക് പി എസ് കിട്ടി. എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമുക്ക് ഡ്യൂ പോയിൻ്റ് കാണാൻ പി വി എന്ന് പറയുന്ന പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എടുക്കണം. ഇനി നമുക്ക് കാണേണ്ടത് പി എസ് ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്താണോ ആ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ എടുക്കണം. ആ പ്രഷറായിരിക്കും പി എസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 30 ഡിഗ്രി സെൽഷ്യസ് എന്ന ഡ്രൈ ബൾബിന് കറസ്പോണ്ടിങ് ആയുള്ള പി എസ് വാല്യൂ എടുത്തു. അതാണ് 0.04246. നമ്മൾ നോക്കുവാണെങ്കിൽ 0.04246. 0.04246. കാരണം റൈറ്റ് സൈഡിൽ കാണുന്നത് ഞാൻ ഒന്നുകൂടെ എല്ലാവരും ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സെയിം ടേബിൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് പി എസ് കിട്ടി. ഇനി പി വി ബൈ പി എസ് എടുക്കുമ്പോൾ നമുക്ക് റേഷ്യോ 0.4 എന്ന് കിട്ടി. അപ്പോൾ 40% ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് മനസ്സിലായി. ഈ ഒരു ഡ്രൈ ബൾബും ഈ ഒരു വെറ്റ് ബൾബും കണ്ടീഷനായുള്ള എയർ ആണ് എങ്കിൽ ആ എയറിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരിക 40% ആയിരിക്കും. ഇനി അടുത്തത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണ്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി W, അതിൻ്റെ ഇക്വേഷൻ അറിയാം, 0.622 ഇൻറ്റു പി വി ഡിവൈഡ് ബൈ പി ബി മൈനസ് പി വി. പി വി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, പി വി നമുക്ക് ആദ്യമേ തന്നിട്ടുണ്ട്. സോ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് W കിട്ടുന്നു, ഈ ഒരു വാല്യൂ. ഇത്രയും കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ, അതായത് കിലോഗ്രാം ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡ് ബൈ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ആ W നമുക്ക് കിട്ടി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. ഇനി അടുത്തത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ മ്യൂ ആണ്. ആ മ്യൂ ഈസ് ഈക്വൽ ടു W ഡിവൈഡ് ബൈ WS ആണ്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ W ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി WS വേണം. WS എന്ന് പറയുമ്പോൾ എന്താണ്? ആ പി വി ഉള്ള സ്ഥലത്തെല്ലാം പി എസ് ആക്കുക. 0.622 ഇൻറ്റു പി എസ് ഡിവൈഡ് ബൈ പി ബി മൈനസ് പി എസ്. പി എസ് ഓൾറെഡി നമ്മൾ സ്റ്റീം ടേബിളിൽ നിന്ന് കിട്ടി. ആ പി എസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് WS ഈ ഒരു വാല്യൂ കിട്ടും. ഇത്രയും കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ, 0.027978 കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ദെൻ W ബൈ WS ചെയ്യാൻ നേരത്ത് നമുക്ക് 0.3905 എന്ന് അല്ലെങ്കിൽ 39.05 എന്ന് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കിട്ടുന്നു. ഇനി അടുത്തത് വേപ്പർ ഡെൻസിറ്റിയാണ്, റോ വി. വേപ്പർ ഡെൻസിറ്റി റോ വി ഈസ് ഇക്വൽ ടു ഇക്വേഷൻ W ഇൻറ്റു പി ബി മൈനസ് പി വി ഡിവൈഡ് ബൈ RA ഇൻറ്റു TD. ഇവിടെ W നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, പി വി തന്നിട്ടുണ്ട്, പി വി നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ഇവിടെ RA എന്ന് പറയുമ്പം എയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അത് 287 ആണ്. 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം R ഇവിടെ ജൂളിൽ എഴുതണം. ചിലപ്പോൾ R ഈസിക്കൽ 0.287 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്നായിരിക്കും. ബട്ട് അതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഫസ്റ്റ് തിങ്. അതോടൊപ്പം തന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇവിടെ തന്നിരിക്കുന്ന ടെമ്പറേച്ചർ നമുക്ക് TD എന്ന് പറഞ്ഞാൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ്. ആ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നമ്മളത് കെൽവിനിലേക്ക് മാറ്റണം. അതുകൊണ്ടാണ് നമ്മൾ ആ 30 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ചെയ്ത് കെൽവിനിലേക്ക് മാറ്റിയത്. ഇനി അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് PB ആണ്. അതായത് പ്രഷർ PB മൈനസ് PV എഴുതി. ഈ പ്രഷർ രണ്ടും ബാറിലാണ്, അതുകൊണ്ട് നമ്മൾ ഇൻറ്റു 10⁵5 ചേർക്കുന്നത്. ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, 10⁵5 എന്നാണ്. സോ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രഷറിനെ ഇൻറ്റു 10⁵5 ചെയ്യും, കാരണം ബാറിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാം. സോ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡെൻസിറ്റി കിട്ടുന്നു 0.01218 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഓഫ് ഡ്രൈ എയർ എന്ന് കിട്ടുന്നു. ദെൻ എൻതാൽപ്പിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എൻതാൽപ്പിയുടെ ഇക്വേഷൻ അറിയാം, 1.022 TD
പ്ലസ് ഡബ്ല്യു ഇൻറ്റു HFG/dP പ്ലസ് 2.3 TDP. അതിൽ നമുക്ക് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ അറിയാം, ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും അറിയാം, ഡബ്ല്യു അറിയാം. പിന്നെ അറിയാത്ത ഒരൊറ്റ ടൈം എന്ന് പറയുന്നത് HFG/dP ആണ്. HFG/dP എന്ന് പറഞ്ഞാൽ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HFG വാല്യൂ. ഇവിടെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു 15 ഡിഗ്രി സെൽഷ്യസ് എന്ന്. അപ്പോൾ ആ 15 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HFG വാല്യൂ എന്താണോ ആ വാല്യൂ ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. 2465.9 എന്നാണ്. അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ ആ 15 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HFG വാല്യൂ ഇതാണ്. ആ HFG വാല്യൂ 15 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 2465.9. അപ്പോൾ HFG/dPയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ കാണുന്ന പോലെ 15 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HFG വാല്യൂ 2465.9. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഇട്ടാൽ മതി, ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറും ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഇട്ടാൽ മതി. ദെൻ HFG നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എൻതാൽപ്പി കിട്ടുന്നു. ഇത്രയും kJ/kg ഓഫ് ഡ്രൈ എയർ H= 57.982 kJ/kg ഓഫ് ഡ്രൈ എയർ. ഈ രീതിയിൽ നമുക്ക് ഡ്രൈ ബൾബ് വെറ്റ് ബൾബ് തന്നുകൊണ്ട് ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ സാധിക്കുന്നു. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി തുടങ്ങി ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ തുടങ്ങി എല്ലാ കാര്യങ്ങളും കണ്ടെത്താൻ സാധിക്കുന്നു. ദെൻ സൈക്രോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ അടുത്തത് നോക്കുന്നു. സൈക്രോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു മെഷർ ഡ്രൈ ബൾബ് ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. നമുക്ക് ഒരേ സമയം ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് സൈക്രോമീറ്റർ. സ്ലിംഗ് സൈക്രോമീറ്റർ എന്നൊക്കെ പറയുന്നു. അതായത് അതിൽ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാണുന്ന രീതിയിൽ 2 തെർമോമീറ്റർ ഉണ്ടാകും. ഒന്ന് ഡ്രൈ ബൾബിന് വേണ്ടിയുള്ളതും ഒന്ന് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനും. അതിൽ ഒരു തെർമോമീറ്ററിൽ ഈ കാണുന്ന രീതിയിൽ നമ്മൾ വെറ്റ് ക്ലോത്ത് റാപ്പ് ചെയ്തിരിക്കും. കാരണം അത് വെറ്റ് ബൾബ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ദെൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സൈക്കോമെട്രിക് ചാർട്ട് എന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കാം. താങ്ക് യു.